അതേ സമയത്ത് കർണാടകത്തിലേക്ക് കടന്നിട്ടാണെങ്കിൽ നമ്മളെ കേരളത്തിൻ്റെ മാതിരി തെറ്റും ശരിയൊന്നും നോക്കൂല. എന്താ സംഭവിച്ചാൽ അവിടെ ഇട്ട് യാത്രക്കാർ നമ്മളെ ഡ്രൈവറേയും കണ്ടക്ടറും പൊതിരെ തല്ലും. ഞാനിതിൻ്റെ ഡ്രൈവറല്ല, എന്നെ തൽക്കാലം ഓടിക്കാനാക്കിയതാണെന്ന് അങ്ങനെയൊക്കെ ഉണ്ടോ KSRTC? അതുണ്ട്. അതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ റൂട്ട് അറിയോ നോക്കിയിട്ടല്ല പിന്നെ ഓഫീസിൽ നിന്ന് ഈ പിന്നെ പേപ്പർ കൊടുക്കുക. ഇതൊക്കെ സ്ഥിരം പോകണമെന്ന് കുട്ടികളായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ ഇന്ന് അച്ഛൻ വരണ്ട, ആ ഡ്രൈവറാണ്. ഗുണ്ടിൽപേട്ട കേട് വന്നു വെക്കുകയാണെങ്കിൽ അത് ഞങ്ങൾ ബത്തേരി അറിയിക്കാം. പിന്നെ വേറെ ഡിപ്പോ ഇല്ലല്ലോ. ചുരങ്ങളിൽ വല്ല അപകടങ്ങളും നേരിട്ടിട്ടുണ്ടോ? അപകടങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. ഡിപ്പോന്ന് പിന്നെ പോയ ഡ്രൈവർമാരിൽ വളരെ ചുരുക്കം ആളുകൾക്ക് അടി കൊള്ളാത്തതുണ്ട്. പണ്ട് കാലത്ത് എങ്ങനെയാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സ്റ്റോപ്പിൽ നിർത്തൂല, ചില്ലറ വേണം. എൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു 10 മണിന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതൊരു 9:45 സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് KSRTC ഡ്രൈവറായിട്ടുള്ള വിക്രമൻ ചേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ ഈ അനുഭവങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. KSRTC റിട്ടയർ ആയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഇപ്പോൾ 2013 6 മാസമാണ് റിട്ടയർഡ് ചെയ്തത്. എത്ര വർഷം വർക്ക് ചെയ്തു? 13.5 വർഷം. 13.5 വർഷം KSRTC ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തു. അതിനു മുമ്പ് പ്രൈവറ്റ് ബസ്സിലും ലോറിയിലും. അപ്പോൾ ഈ KSRTC ഡ്രൈവർ എന്നുള്ള രീതിയിൽ ഈ 13.5 വർഷത്തെ ചേട്ടൻ്റെ ദീർഘമായ ജീവിതത്തിനിടയിൽ എന്തെങ്കിലും രസകരമായ അനുഭവങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒന്ന് യാത്രക്കാരായിട്ടുള്ള ഒരു അടുപ്പം. അപ്പോൾ പണ്ട് കാലത്ത് എങ്ങനെയാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സ്റ്റോപ്പിൽ നിർത്തൂല, ചില്ലറ വേണം, അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറ്റി ഞങ്ങളെ ഈ 2000 ബാച്ചിൽ 6637 ഡ്രൈവർമാരെ ഒറ്റയടിക്ക് എടുത്ത് അത് PSCയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ വന്നതിന് ശേഷം പിന്നെ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാനൊക്കെ അധികം ഈ രാത്രി സർവീസാണ് ഓടിയിരുന്നത്. ഡ്യൂട്ടി ടൈം എങ്ങനെയാണ്? ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മൈസൂർ കോഴിക്കോട് അത് 6 മണിക്കൂർ മൈസൂർ എത്താൻ വേണം. പിന്നെ 2 മണിക്കൂർ 3 മണിക്കൂർ അവിടെ റെസ്റ്റ് ഉണ്ടാവും. തിരിച്ച് റിട്ടേൺ വരും, അതും 6 മണിക്കൂറുണ്ടാവും. അപ്പം 12 മണിക്കൂറൊക്കെ. അപ്പോൾ ഈ രാത്രികാല സമയങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ആണുങ്ങളായാലും പെണ്ണുങ്ങളായിക്കാണെങ്കിലും ചില കണ്ടക്ടേഴ്സ് പറയും നമുക്ക് സ്റ്റോപ്പുള്ളതെല്ലാം നിർത്തിയാൽ മതി. പണ്ടങ്ങനെയാണല്ലോ. അതൊക്കെ മാറ്റിയിട്ട് നമ്മളിപ്പം മൈസൂരിൽ നിന്ന് കയറുന്ന ഒരാൾ പിന്നെ മലാപ്പറമ്പ് ഇറങ്ങുകയാണെങ്കിൽ അത് കോഴിക്കോടെ നിർത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അവർ പിന്നെ ഒരുപാട് പൈസ കൊടുത്ത് ഓട്ടോറിക്ഷ വിളിക്കണം. ഇതാകുമ്പം വീട്ടിലുള്ള ആരെങ്കിലും വണ്ടിയായിട്ട് വന്ന് നിൽക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെ എന്താ പറയുകയാണെങ്കിൽ നമ്മൾ യാത്രക്കാർ ചോദിക്കുന്നതിനുള്ള തക്കതായ മറുപടി കൊടുക്കും. ഇപ്പം ചില ആളുകളുണ്ടല്ലോ ചോദിച്ചിട്ടാണെങ്കിലും ഒരൊറ്റയടിക്ക് ഒരു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കും. അത് നമ്മൾ ഇത് എത്തേണ്ട ടൈം, പിന്നെ നിങ്ങൾക്ക് അവിടെ എന്തിനാണ് വരുന്നത്, അതൊക്കെ ചോദിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ യാത്രക്കാരെ. ഇന്നത്തെ മാതിരി റിസർവേഷനും കാര്യങ്ങളൊന്നും ഇല്ല, അന്നില്ല. ഇപ്പോഴൊക്കെ ജനങ്ങൾ കണ്ടിരുന്നത്. അതെ, ആനവണ്ടി സ്വഭാവമൊക്കെ മാറി, ജനങ്ങളുടെ സ്വഭാവം മാറി, വണ്ടികളുടെ രൂപപരിണാമങ്ങളൊക്കെ വന്നു. വോൾവോ ബസ്സുകൾ വന്നു, ചിൽ ബസ്സുകൾ വന്നു. അപ്പോൾ ഈ ഡ്രൈവർ എന്ന നിലയിൽ ജനങ്ങളുമായിട്ട് അല്ലെങ്കിൽ ബസ് യാത്രക്കാരുമായിട്ട് പല സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. സംഘർഷങ്ങൾ ഉണ്ടാകുന്ന കേരളത്തിൽ നിന്ന് ഉണ്ടാവില്ല. കേരളത്തിൽ നിന്ന് ഞങ്ങൾ പിന്നെ അതിനനുസരിച്ച് നമ്മളെന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാലം ലോറിയിലും പ്രൈവറ്റ് ബസ്സിലൊക്കെ ജോലി ചെയ്താൽ ഒറ്റയടിക്ക് നമ്മൾ KSRTCയിൽ കയറുകയല്ല. അപ്പോൾ നമുക്ക് കേരളത്തിലെ ഏകദേശം ജനങ്ങളായിട്ടുള്ള സ്വഭാവ രീതിയൊക്കെ ഞങ്ങൾക്ക് അറിയാം.
അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ അതേ സമയത്ത് കർണാടകത്തിലേക്ക് കടന്നിട്ടാണെങ്കിൽ നമ്മളെ കേരളത്തിൻ്റെ മാതിരി തെറ്റും ശരിയൊന്നും നോക്കൂല. എന്താ സംഭവിച്ചാൽ അവിടെ ഇട്ട് യാത്രക്കാർ നമ്മളെ ഡ്രൈവറേയും കണ്ടക്ടറും പൊതിരെ തല്ലും. തന്നിട്ട് നമ്മളെ പരമാവധി ബസ്സിൽ എന്തൊക്കെ എടുക്കാൻ പറ്റും യാത്രക്കാരെടുത്തുനിന്ന് പണം, പിന്നെ കണ്ടക്ടർ ബാഗ്, ഇതൊക്കെ കവർ ചെയ്ത് കൊണ്ടുപോകും. ഇല്ല, ഇപ്പം ഇല്ല, അന്നൊക്കെ ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ കാലഘട്ടത്തിൽ പിന്നെ കോഴിക്കോടുന്ന് പിന്നെ ഡിപ്പോന്ന് പിന്നെ പോയ ഡ്രൈവർമാരിൽ വളരെ ചുരുക്കം ആളുകൾക്ക് അടി കൊള്ളാത്തേ ഉള്ളൂ. ഞാൻ വലിയ മഹിമ അറിയല്ല, ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല. ഞാൻ 6 വർഷം തുടർച്ചയായിട്ട് പിന്നെ കർണാടകത്തിലേക്ക് ഓടിയത്. പിരിയുന്നതിൻ്റെ റൂട്ട് വയനാട് വഴിയാണല്ലോ പോകുന്നത്. ചുരങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടാണ് അന്നത്തെ കാലം. അത്രയും വളരെ നേരമായിട്ടുള്ള വഴികളാണ്. അപ്പൊ ആ ചുരങ്ങളിൽ എന്തെങ്കിലും ഒരു തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? ചുരങ്ങൾ തടസ്സങ്ങളേ ഉള്ളൂ. എന്താന്ന് പറഞ്ഞിട്ടാണ്, അന്ന് ഇന്നത്തെ മാതിരിയുള്ള ബസ്സല്ല, വളരെ നീളം കൂടിയ ബസ്സുകളാണ്. പിന്നെ ചുരത്തിൽ വളരെ പിന്നെ ഇടുങ്ങിയ സ്ഥലങ്ങളാണ്, ടേണിങ്ങിൽ. അപ്പം നമ്മൾ ലോറി അല്ലെങ്കിൽ ബസ് മേലെ നിന്ന് ഇറങ്ങി വരികയാണെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി അറിയുന്നതിനെ കൊണ്ട് നമ്മളവിടെ താഴെ ചവിട്ടി കൊടുക്കും. പിന്നെ ഞങ്ങൾക്ക് കയറണമെങ്കിൽ ഒറ്റയടിക്ക് കയറാൻ പറ്റില്ല. 2 പ്രാവശ്യം. അന്ന് പവർ ഷെയറിങ് ഇല്ല. ഇപ്പോഴാണല്ലോ പവർ ഷെയറിങ്, പിന്നെ കുറഞ്ഞ കാലമായിട്ടല്ലേ ഉള്ളൂ. 13-14 കാലഘട്ടത്തിലാണ് പവർ ഷെയറിങ് ഒക്കെ വന്നത്. അപ്പോൾ 2-3 പ്രാവശ്യം റിവേഴ്സ് എടുക്കണം. അതാണ്. അപ്പോൾ അത് നമ്മളെ യാത്രക്കാരോട്, നമ്മൾ കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്ന് കയറുന്ന സമയത്ത് തന്നെ യാത്രക്കാരൊക്കെ ആയിട്ട് ഒരു അടുപ്പം സമ്പാദിക്കും. എന്താ ഡ്രൈവർ എന്നുള്ള രീതിയിൽ യാത്രക്കാരായിട്ട് കൂടുതൽ അടുപ്പുണ്ടാക്കുന്നതിലും കൂടുതൽ ഒരു കണ്ടക്ടർക്കല്ലേ പറ്റുന്നത്? കണ്ടക്ടർമാരും ഡ്രൈവർക്കും പറ്റായൊന്നുമില്ല. നമ്മളിപ്പോൾ പിന്നെ കോഴിക്കോട് സ്റ്റാൻഡിൽ പിന്നെ നിശ്ചിത സമയത്തിൻ്റെ മുന്നേ നമ്മൾ ഒരു 5 മിനിറ്റ്, എൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു 10 മണിന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതൊരു 9:45 അപ്പോൾ യാത്രക്കാർ വന്ന് ചോദിക്കൂ, എന്താ ഡ്രൈവറെ ഇത് എപ്പോൾ എത്തും, ഇത് എങ്ങനെ പോവും, ഇത് ഇന്ന സ്ഥലം അറിയോ നിങ്ങൾക്ക്? അതപ്പോൾ അങ്ങനെയൊക്കെ. അപ്പം ഡ്രൈവർമാരും റിവേഴ്സൊക്കെ എടുക്കുന്ന അവർ സഹകരിച്ചു തരും. അത് നമ്മൾ തമ്മിൽ അവരായിട്ടുള്ള കണ്ടക്ഷൻ നോക്കൂ. ചുരങ്ങളിൽ വല്ല അപകടങ്ങളും നേരിട്ടിട്ടുണ്ടോ? അപകടങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ പിന്നെ ആളുകൾക്കൊന്നും പിന്നെ ജീവഹാനി സംഭവിച്ചില്ല. വണ്ടിക്ക് കേടുപാടുകൾ, വണ്ടി ഒരു ബ്രേക്ക് ഡൗൺ ആയി, യാത്രക്കാർ അത്രയും സമയം പല തിരക്കുകളിലായിരിക്കും. അതിനൊരു മറുപതായിട്ട് എന്താണ് നിങ്ങൾ ചെയ്യാറ്? അത് നമ്മൾ ഫസ്റ്റ് ടേൺ എന്ന് പറയുകയാണെങ്കിൽ വണ്ടി പിന്നെ ടൗണല്ലാത്ത ഒരു സ്ഥലത്ത്, വിജനമായ ഒരു സ്ഥലത്ത് കേടുവന്നെന്ന് വിചാരിക്കാം. അപ്പോൾ തന്നെ ഞങ്ങൾ അടുത്ത ഡിപ്പോ, നിയറസ്റ്റ് ഡിപ്പോ, ഈ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഗുണ്ടിൽപേട്ട കേടുവന്ന് നോക്കുകയാണെങ്കിൽ അത് ഞങ്ങൾ ബത്തേരി അറിയിക്കാം. പിന്നെ വേറെ ഡിപ്പോ ഇല്ലല്ലോ. ചേട്ടനെ കുടിക്കുന്ന കാലത്ത് മൊബൈൽ ഉണ്ടല്ലോ അല്ലേ? അത് മൊബൈൽ കുറേ കഴിഞ്ഞല്ലോ, ഒരു 4-5 വർഷം കഴിഞ്ഞാൽ. അപ്പോൾ എങ്ങനെയെങ്കിലും പിന്നെ എവിടെയെങ്കിലും കടയിലൊക്കെ പോയിട്ട് പിന്നെ ലാൻഡ് ഫോണിൽ വിളിക്കും. ആദ്യം അവരെ ഡിപ്പോയിൽ അറിയിക്കും, ഇന്ന സംഭവത്താൽ ഇങ്ങനെ വണ്ടി. അതേ സമയത്ത് ഒരു ടയർ പഞ്ചറായിക്കാണെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റെപ്പിന് തരും. ബസ്സിൻ്റെ മേലെയാ സ്റ്റെപ്പിന്. പിന്നെ യാത്രക്കാരെ സഹകരിച്ചു തരും. പിന്നെ പല ആളുകളും വണ്ടി ഫീൽഡ് ആയിട്ട് ബന്ധമുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവർ പിന്നെ ക്ലീനറോ ഡ്രൈവറോ ഒക്കെ അവരൊക്കെ സഹായിച്ചു തരും. എന്താ വെച്ചാൽ അവർക്കും ഇത് എത്രയും പെട്ടെന്ന് അല്ലാത്ത കേസുകളാണെങ്കിൽ അവിടെ അന്വേഷിക്കും ഞങ്ങൾ, എവിടെയെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടോ. രാത്രികാലങ്ങളാണ് അതൊന്നും നടക്കൂല. പിന്നെ അടുത്ത നടപടി എന്ന് വെച്ചാൽ മൈസൂർ ബാംഗ്ലൂരിൽ നിന്ന് ഇതിൻ്റെ പുറകിൽ വരാനുള്ള വണ്ടി ഉണ്ടോ എന്ന് അന്വേഷിക്കും. ആ ബസ്സിൽ പരമാവധി കയറ്റി വിടും. എന്നിട്ട് ഞങ്ങൾ ഡ്രൈവറും കണ്ടക്ടറും ആ വണ്ടീൻ്റെ അടുത്ത് തന്നെ നിൽക്കും. 1990-2000 കാലഘട്ടങ്ങളിലൊക്കെ ഈ യുവ പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ഡ്രൈവർ ഒരു പ്രത്യേക ഒരു സ്പിരിറ്റാണ്. ഡ്രൈവർ ആവുക അതൊക്കെ അങ്ങനെയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഡ്രൈവർ ഓടിക്കുന്നതും ഡ്രൈവറെ കാണാനും ഒക്കെ ഭയങ്കര താല്പര്യം. ചേട്ടൻ അത്യാവശ്യം
ഒരു പ്രായം കുറവുള്ള ആ സമയത്ത് സ്ഥിരമായിട്ട് പോകുന്ന യാത്രക്കാരികളായിട്ട് വല്ല ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ബന്ധങ്ങൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങനത്തെ ബന്ധങ്ങളുമില്ല. ഇപ്പോൾ അച്ഛനും അമ്മയും മകളെ കയറ്റാൻ വരും ബസ്സിൽ. അന്നൊക്കെ അങ്ങനെയാണ്. ഇന്നത്തെ മാതിരി ഓൺലൈൻ റിസർവേഷൻ ഒന്നുമില്ലല്ലോ. കൂടെ സ്റ്റാൻഡിൽ വരും. സ്റ്റാൻഡിൽ വന്നിട്ട് നമ്മളെടുത്താ പറയുക അധികം ഡ്രൈവറെ അടുത്ത്, എൻ്റെ മകളാണ്, ഒന്ന് ശ്രദ്ധിച്ചോളണം. അപ്പം ഞങ്ങളെന്ത് ചെയ്ത് പിന്നെ കോഴിക്കോട് നിന്ന് എടുത്തേക്കാണെങ്കിലും ബത്തേരി നിർത്തും ഡീസലടിക്കാൻ, എന്താ ഒരു ചായ കുടിക്കാൻ. അപ്പം ഞാനാണെങ്കിലും ഞാൻ പോയി ചോദിക്കുമോ, നമ്മളെ ഏൽപ്പിച്ച കുട്ടികളുണ്ടല്ലോ, ഇറങ്ങിക്കോ, എന്തെങ്കിലും ചായ വേണേ കുടിക്കുക, അതിനുള്ള സമയമുണ്ട്, ബാത്റൂം പോവാം. അപ്പം അങ്ങനെയെന്ന് വെച്ചാൽ ഇതൊക്കെ സ്ഥിരം പോകണമെന്ന് കുട്ടികളായിരിക്കും. അപ്പോൾ നമ്മളെ ശ്രദ്ധിക്കൂ. അപ്പോൾ ഇന്ന് അച്ഛൻ വരണ്ട, ആ ഡ്രൈവറാണ്, ആ ഡ്രൈവറാണ്. അപൂർവമാണ്. അതാണ്. അതെ, മുരടന്മാരായിരിക്കും. അതെ 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 ആണ്. പിന്നെ പറഞ്ഞിട്ടാണെങ്കിൽ ഡിപ്പോയിലാണെങ്കിലും പല സംഘടനകളും ഉണ്ടെങ്കിലും കൂടിയിട്ട് ഞാനൊരു അങ്ങനത്തെ സംഘടനയിൽ ഒരു ഉയർന്ന ഇതിലുള്ള വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എങ്കിലും കൂടിയിട്ട് എല്ലാ സംഘടനക്കാരും എനിക്ക് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. അതെന്താ കാരണം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഞാനിപ്പോൾ ഒരു മൈസൂർ ഇപ്പോൾ പിന്നെ ഉച്ചക്ക് 1 മണിക്ക് മൈസൂർ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടാണെങ്കിൽ 7:30 മൈസൂർ എത്തും. തിരിച്ച് 10:30 ഇങ്ങോട്ട് എടുക്കണം. രാത്രി 4:30 മണിക്കാണ് കോഴിക്കോട് എത്തുക. അപ്പോൾ രാവിലെ 6 മണിക്ക് ഒരു ലോക്കൽ റൂട്ടിൽ ഒരു ആനക്കാമ്പൊയിൽ അല്ല ഒരു കുന്നമംഗലം അവരെ ഒരാൾ വന്നില്ല, പെട്ടെന്നുള്ള അസുഖങ്ങൾ വരിക, വിളിച്ച് പറയും. അപ്പോൾ സർവീസ് പോവാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയും വേണ്ട സാറേ, ഞാൻ പോയിക്കോളാം, 1-2 ട്രിപ്പ് ഞാൻ പോയിക്കോട്ടെ, അപ്പോഴേക്കും ഒരാളെ ആക്കിക്കോളി. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് അത്യാവശ്യം പിന്നെ എല്ലാവരും സൗകര്യങ്ങളൊക്കെ ചെയ്തു തരും. കോഴിക്കോട് മൈസൂർ റൂട്ട് ആണ് കുറേ കാലം ഓടിച്ചത്. അതെ അതെ. വേറെ വല്ല തിരുവനന്തപുരത്തേക്കുള്ള റൂട്ടോ അങ്ങനെ വല്ലതും പോയിട്ടുണ്ടോ? കേരളത്തിലെ എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്. ഡ്യൂട്ടി ക്രമീകരിച്ച് തരുന്നതെന്ന് പറഞ്ഞാൽ റാങ്ക് അടിസ്ഥാനത്തിലാണ്. റാങ്ക് 6600 ചില ആളുകളെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഞാനൊരു 3000 നമ്പർ 3500 എൻ്റെ നമ്പർ. അപ്പോൾ ഈ ഫസ്റ്റിൽ പിന്നെ 1-2 അവർക്കൊക്കെ ഷെഡ്യൂള് അലോക്കേഷൻ കൊടുക്കും. കാരണം ബാക്കിയുള്ള ആളുകളൊക്കെ സ്റ്റാൻഡ് ബൈയിലാണ്. സ്റ്റാൻഡ് ബൈയിൽ നിന്നിട്ട് പുലർച്ചയ്ക്ക് ഞാൻ വീട് മലാപ്പുറമ്പായ കാരണം ചിലപ്പം പുലർച്ചെ 2 മണിക്കോ 3:30 ഒക്കെ പിന്നെ ഏതെങ്കിലും മൈസൂർ പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ബസ് ഉണ്ടാവും. മലാപ്പുറത്ത് കൈ കാണിച്ച് കാർഡ് കാണിച്ചിട്ടാണെങ്കിൽ നിർത്തും. ഇവിടെ വന്ന് ഒപ്പിട്ടിങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ കുറേ ആളുകളുണ്ടാവും. അപ്പോൾ ഈ പെട്ടെന്ന് ലീവ് വരുമല്ലോ അസുഖമായിട്ടുള്ള, അവർ ലീവ് വിളിച്ച് പറയുന്നേരോ ആരാ ബസ്സിൽ ഒപ്പിട്ട് പോകാൻ തയ്യാറുണ്ടോ ചോദിക്കുക. കുറേ ആളുകളുണ്ടാവുമല്ലോ, ചിലർ പോവില്ല. അപ്പോൾ തയ്യാറുണ്ടോ ചോദിച്ചാൽ ഞാൻ പറയും ഓക്കെ ഞാൻ പോയിക്കോളാന്ന് പറയും. ഞാൻ ഒരു ദിവസം കോഴിക്കോട് നിന്ന് ഇങ്ങനെ തൃശ്ശൂർക്ക് KSRTC യാത്ര ചെയ്യുമ്പോൾ ചാവക്കാട് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഈ ബസ് മെയിൻ റോഡിലല്ല വേറൊരു കട്ട് റോഡ് കൂടെ ഇങ്ങനെ പോയിട്ട് ഒരു വളവിൽ വെച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആൾക്കാർ ഭയങ്കര ബഹളം ഉണ്ടാക്കണം. അപ്പോൾ ഡ്രൈവർ പറയുന്നത് ഞാനിതിൻ്റെ ഡ്രൈവറല്ല, എന്നെ തൽക്കാലം ഓടിക്കാനാക്കിയതാണെന്ന്. അങ്ങനെയൊക്കെ ഉണ്ടോ KSRTC? അതുണ്ട്. അതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ റൂട്ട് അറിയോ നോക്കിയിട്ടല്ല പിന്നെ ഓഫീസിൽ നിന്ന് ഈ പിന്നെ പേപ്പർ കൊടുക്കുക ഒരാളെ. ഇപ്പോൾ തിരുവനന്തപുരം പോകാൻ ഈ തിരുവനന്തപുരം കോഴിക്കോട് തിരുവനന്തപുരം അന്ന് പിന്നെ 32-35 ഡിപ്പോ ഉണ്ട്. റൂട്ട് അറിയണം. അപ്പം ഞാനെന്ത് ചെയ്യുന്ന ചിലപ്പോൾ കണ്ടക്ടർമാരെ അറിയുന്ന ആളുകളായി യാത്രക്കാരോട് പറയും ഞാൻ ആദ്യമായിട്ട് വരികയാണ് കേട്ടോ, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഡ്രൈവറെ നിങ്ങൾ വിട്ടോളി, ഞങ്ങൾ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ അധിക ഡിപ്പോവും മെയിൻ റോട്ടിലല്ല, ഒരു 2-3 കിലോമീറ്ററൊക്കെ ഉള്ളോട്ടാണ്. അപ്പോൾ യാത്രക്കാർ സഹകരിച്ച് തരും. അതാണ് യാത്രക്കാരായിട്ടുള്ള ഒരു ഇത്. ചിലപ്പോൾ സ്ത്രീകളായിരിക്കും, സ്ത്രീകളെ അറിയാം ഡ്രൈവറെ വിട്ടോളി എനിക്കറിയാം ഞാൻ പറഞ്ഞു തരാമെന്ന് പറയും. അവരൊക്കെ സ്ഥിരം പോകുന്ന ആളുകളായിരിക്കും. കണ്ടക്ടറുമായിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഒരു ഡ്രൈവർ കണ്ടക്ടർ സ്വാതന്ത്ര്യം എങ്ങനെയാണ്?
ഡ്രൈവർ കണ്ടക്ടർ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ 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 ഒരു പരിചയമില്ലാത്ത ആൾക്ക് വലിയ ഒരു പരിചയമില്ല. ഇപ്പം ഞാൻ കടലാസ് വാങ്ങിയതിന് ശേഷം പിന്നെ ഷെഡ്യൂളിൻ്റെ ഇന്ന വണ്ടി ഇന്ന റൂട്ടിൽ നിന്ന് വാങ്ങിയതിന് ശേഷം വണ്ടി വാങ്ങിയിട്ട് കണ്ടക്ടർ സെക്ഷനിൽ ചെല്ലും. ഇന്ന റൂട്ടിലുള്ള വണ്ടീൻ്റെ കണ്ടക്ടറാണ് ആരാന്ന് ചോദിക്കും. ചിലർ ചോദിക്കൂല, ചിലർ വണ്ടി നേരെ കൊണ്ടുപോയി പിടിക്കും, എന്നിട്ടാണ് പിന്നെ കണ്ടക്ടർ വരിക. അപ്പോൾ ഞാൻ ചോദിക്കുന്ന നേരം ചിലപ്പോൾ ഞാൻ അറിയുന്ന കണ്ടക്ടർ ആയിരിക്കും, ചിലപ്പോൾ പുതിയ ആളുകളായിരിക്കും. അവരോട് പറയും ഞാനാണ് കേട്ടോ ഡ്രൈവർ. അതിനെന്താ നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ പോകാം. വല്ല ബഹളങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഇല്ല. എൻ്റെ പിന്നെ സർവീസിൻ്റെ കാലത്ത് അങ്ങനത്തെ യാതൊന്നും. ഞാൻ എല്ലാ ഒരുവിധ ആളുകളായിട്ടും നല്ല ഇതാണ്. വിക്രം ചേട്ടൻ്റെ ഡ്രൈവറായിട്ടുള്ള സഞ്ചാരം ഇവിടെ അവസാനിക്കുന്നില്ല, വീണ്ടും തുടരും.